അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് 2022 രണ്ടാം ക്ലാസ്സിന് നടത്തിയ വാർഷിക പരീക്ഷയുടെ തജ്വീദുൽ ഖുർആനിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതിന്റെ ഒരു മോഡലെങ്കിലും നമുക്ക് ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. നമുക്കൊന്ന് വായിക്കാം. ആദ്യമായി കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്ന്, ലൈഫുൻ എന്നതിൽ നടുവിലുള്ള അക്ഷരം ലാദ് ഫാ ഐന് ഏതാണ്? ഐനാണ്. രണ്ട്, ദാലിൽ വഖഫ് ചെയ്യുന്നതിന് ഉദാഹരണം ലാത്തിൽ വഖൂദ് മിമ്മ ഖുലിഖ ഇന്നഹു അവ്വാബ് ഏതാണ് ഉത്തരം? ലാത്തിൽ വഖൂദ്, ദാലിലാണ് വഖഫ് ചെയ്യുന്നത്. മൂന്നാമത്തത്, മിൻ വറാഇഹിം എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം മീമ വാവ് നൂന് ഏതാണ്? നൂനാണ്. മിവ നൂനോട് ഉച്ചരിക്കുന്നില്ല. നാലാമത്തത്, റായിനെ നേർപ്പിച്ച് പറഞ്ഞതിന് ഉദാഹരണം ഹറമ ഖുരിഅ ഖറഅ ഏതാണ്? ഖുരിഅ എന്നാണ് റായിനെ നേർപ്പിച്ച് പറയുന്ന വേർഡ്. അഞ്ചാമത്തത്, കല്ലാബൽ റാന എന്നതിൽ ശ്വാസം വിടാതെ അല്പം മടങ്ങണം. കല്ല ഓതിയ ശേഷം, റാന ഓതിയ ശേഷം, ബൽ ഓതിയ ശേഷം എന്നാണ് ഉത്തരം? ബൽ ഓതിയ ശേഷം. ആറാമത്തെ ചോദ്യം, മുകളിൽ 3 പുള്ളിയുള്ള അക്ഷരം ഖാഫ് താ സാ ഏതാണ്? സാ ആണ്. 3 പുള്ളി ഉണ്ടല്ലോ അല്ലെ. ഏഴാമത്തെ ചോദ്യം, ഉലായിക്ക എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ലാമ് വാവ് അലിഫ് ഏതാണ്? ലാമാണ്. ഉലായിക്ക. എട്ടാമത്തത്, താഴെ കൊടുത്തതിൽ ഐനുള്ള വാക്ക് നഹ്വുൻ ബുഅദുൻ സഫറുൻ ഏതാണ്? ബുഅദുൻ എന്നാണ്. ഒമ്പതാമത്തത്, നൂനിനെ ഉച്ചരിക്കാതെ ഓതിയതിന് ഉദാഹരണം മിൻ ഐനിൻ അഹാനൻ വലം യകുല്ലഹു ഏതാണ്? ഇവിടെ വലം യകുല്ലഹു, അവിടെ നൂനിനെ വായിക്കുന്നില്ല. പത്താമത്തത്, ഖമരിയായ ഹർഫുകളിൽ പെട്ടതാണ് താ സാ സീന് ഷീന് ഖാഫ് കാഫ് ഖാഫ് ഫാ ഏതാണ് ഉത്തരം? സീന് ഷീൻ. ഇതാണ് ഖമരിയായ ഹർഫുകൾ. ഇനി രണ്ടാമത്തെ സെക്ഷൻ, രണ്ടാമത്തെ പ്രവർത്തനം ചേരുംപിടി ചേർക്കുക. 11ാമത്തത്, ലഖൗലും ഫസ്ല് ലെറ്റേഴ്സ് കൊടുത്ത പൂരിപ്പിക്കാം. ഏതാണ് ലെറ്റർ വരിക? ലെറ്റർ സി. അവസാന അക്ഷരം ലാമാണ്. 12, അലൈഹ ഖുഊദ് ലെറ്റർ ഡി. അവസാന അക്ഷരം ദാലാണ്. 13, ലഫീ ജഹീം ലെറ്റർ ഇ. അവസാന അക്ഷരം മീമാണ്. 14, തവല്ല വ കഫർ ലെറ്റർ ബി. അവസാന അക്ഷരം റ ആണ്. 15ാമത്തത്, അഫ്വാജ ലെറ്റർ എ. അവസാന അക്ഷരം അലിഫാണ്. ഇവിടെ ഏതാണ് അവസാന അക്ഷരം വരുന്നത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? മാച്ച് ചെയ്യേണ്ടത്. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 16ാമത്തത്, യൗമുദ്ദീൻ എന്നതിൽ നൂനിലാണ് വഖഫ് ചെയ്യുക അല്ലെ? യൗമുദ്ദീൻ. 17ാമത്തത്, വസ്സബ്ഹ് എന്ന് പറയുമ്പോൾ അലിഫിനെയും ലാമിനെയും ഉച്ചരിക്കരുത്. വസ്സബ്ഹ്, അവിടെ സ്വാദാണ് ഉച്ചരിക്കുന്നത്. വസ്സബ്ഹ്. 18, ലഹു തസദ്ദ എന്നതിൽ ഹായിനെ നീട്ടി ഓതണം. ലഹു തസദ്ദ. 19, യസ്ആ എന്നതിൽ മൂന്നാമത്തെ അക്ഷരം ഐനാണ്. യസ്ആ യാ സീന ഐന് മൂന്നാമത്തത് ഏതാ? ഐനാണ്. 20, ഖലഖക എന്നതിൽ ആദ്യത്തെ അക്ഷരം ഖ ആണ്. ഖലഖക. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ചോദ്യം 21, വഖദ് ഖാബ എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഏത്? ഖാ. വഖദ് ഖാബ. 22, ഫദ്ഖിലി ഫി ഇബാദി എന്നതിൽ എത്ര സ്ഥലത്ത് നീട്ടി ഓതണം? 4 സ്ഥലത്ത്.
ഒന്ന്, ഫദ്ഖിലി ലി 1, ഫീ 2, ഇബാ 3, ദി 4. 23-ാമത്തെ ചോദ്യം, ഹുബ്ബൻ ജമ്മ എന്നതിൽ ഏത് അക്ഷരത്തിലാണ് വഖഫ് ചെയ്തത്? അലിഫ്. ജമ്മ അലിഫിലാണ് വഖഫ് ചെയ്തത്. ചോദ്യം 24, അബസ എന്നതിൽ സംശയ അക്ഷരം ഏത്? സീന്. അബസ സീനാണ്. 25-ാമത്തെ ചോദ്യം, മയ്യഖ്ഷ എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരമേത്? നൂന്. മയ്യഖ്ഷ. അവിടെ മീമിന് ശേഷം യാ ആണ് വായിക്കുന്നത്. അടുത്ത പ്രവർത്തനം, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം 26, സംശയായ അക്ഷരങ്ങളിൽ 4 എഴുതാം. സീന്, ഷീന്, ളാദ്, ലാമ്. 27-ാമത്തെ ചോദ്യം, അറബി അക്ഷരങ്ങളിൽ പുള്ളിയില്ലാത്ത 4 എഴുതാം. ദാല്, റാ, സീന്, ലാമ്. ഇതിനൊന്നും പുള്ളിയില്ല. ചോദ്യം 28, കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക. ഇതിൽ എത്ര കാഫുണ്ട്? 4 കാഫുണ്ട്. 1 കല്ല ക, 2 ഇദാ ദുഃഖ അതിലെ കാഫ്, 3 ദക്കൻ അതിലെ കാഫ് ദക്ക. എത്രയായി? 4 കാഫായി. 29-ാമത്തെ ചോദ്യം, യതഗാമസൂൻ എന്നതിൽ അക്ഷരങ്ങൾ ക്രമത്തിൽ എഴുതാം. യാ, താ, ഐന്, അലിഫ്, സാ, വാവ്, നൂന്. അവസാനത്തെ ചോദ്യം, 30-ാമത്തെ ചോദ്യം, വനമാരിഖു എന്നതിലെ ഖമരിയായ 4 ഹർഫുകൾ ഏതെല്ലാം? മീമ്, ഖാഫ്, വാവ്, അലിഫ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ക്കാനുള്ള താല്പര്യവും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.